ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. എല്ലാവർക്കും ഭഗവതിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 41 ശ്ലോകം. തവാധാരേ മൂലേ സഹസമയാലാസ്യ പരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉഭാഭ്യാമേതാഭ്യാം ഉദയവിധിമുദ്ദിശ്യ ദേയാ സനാഥാഭ്യം ജഞ്ജേ ജനകജനനേ മജ്ജഗദിദം. പദച്ഛേദം ചെയ്യാം. തവ ആധാരേ മൂലേ സഹ സമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉഭാഭ്യാം ഏതാഭ്യാം ഉദയവിധിം ഉദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജഞ്ജേ ജനകജനനീ അത് ജഗത് ഇതം. പദാർത്ഥം പറയാം. തവ നിന്തിരുവഴിയുടെ ഭഗവതിയുടെ മൂലാധാര ചക്രത്തിൽ ലാസ്യപരയാ നൃത്തത്തിൽ താൽപര്യത്തോടു കൂടിയ സമയ എന്നു പേരോടു കൂടിയ മഹാഭൈരവിയോട് കൂടി നവരസമഹാതാണ്ഡവനടം ശൃംഗാരാദി 9 രസങ്ങളോടുകൂടി പുരുഷകർത്തൃകമായ വലിയ നർത്തനത്തിങ്കൽ അഭിനയത്തെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പുരുഷകർത്തൃകമായ നൃത്തത്തിന് താണ്ഡവമെന്നും സ്ത്രീകൾ ചെയ്യുന്ന നൃത്തത്തിന് ലാസ്യമെന്നും സംജ്ഞയാകുന്നു, പേരാകുന്നു. നവാത്മാനം കാലവ്യൂഹാദി 9 രൂപത്തോടു കൂടിയ മഹാഭൈരവനെ മന്യേ ഞാൻ മനനം ചെയ്യുന്നു. മഹാമായയെ മഹാഭൈരവിയെന്നും സദാശിവനെ മഹാഭൈരവനെന്നും പറഞ്ഞു വരാറുണ്ട്. നമ്മൾ മുമ്പത്തെ ശ്ലോകത്തിലൊക്കെ കണ്ടതാണ്. ഉദയവിധിയും പ്രപഞ്ചോത്പത്തിയെ ഉദ്ദേശിച്ചിട്ട് ദയയാ ദഹിപ്പിച്ച ലോകത്തിൻ്റെ പുനരുൽപാദനത്തിൽ കൃപയോടുകൂടി 2 ശ്ലോകങ്ങൾ കഴിഞ്ഞ ശ്ലോകങ്ങളും അതുതന്നെ പറഞ്ഞത്. സനാഥാഭ്യാം ഒന്നിച്ചുകൂടി ചേർന്നവരായ ഏതാഭ്യാം ഏത് ദേവി നമ്മൾ പറഞ്ഞു സമയാദേവി എന്നൊക്കെ. ഏതാഭ്യാം ഈ ഉഭാഭ്യാം 2 പേരെ കൊണ്ടും ഇതം ജഗത് ഈ പ്രപഞ്ചം ജനകജനനീമത് മാതാപിതാക്കന്മാരോട് കൂടിയതായിട്ട് ജഞ്ജേ അറിയപ്പെട്ടിരിക്കുന്നു. ആരാ മാതാപിതാവ്? ഭഗവാനും ഭഗവതിയും. അപ്പോൾ ഈ ലാസ്യ നവരസ മഹാതാണ്ഡവനടം ശൃംഗാരാദി 9 രസങ്ങൾ കൊണ്ട് അദ്ഭുതമായ വിധത്തിലുള്ള താണ്ഡവം, അത് പുരുഷകർത്തൃകമായ നൃത്തമെന്ന് പറയുന്നു. സ്ത്രീകർത്തൃകമായ നൃത്തത്തിന് ലാസ്യമെന്നും പേരുണ്ട്. അപ്പോൾ ഇവിടെ പ്രകൃതി പുരുഷന്മാരുടെ അന്യോന്യ ദർശനത്താൽ ജഗത് ഉത്പത്തിയും ലാസ്യ നൃത്താവസാനത്തിൽ ജഗത് സംഹൃതിയും ഉണ്ടാകുന്നു എന്നാകുന്നു ഇവിടെ കൗള മതരഹസ്യം. പലതരം ശാസ്ത്രങ്ങളുണ്ട്, ആ രഹസ്യം പറഞ്ഞതാണ് ഇവിടെ. നമ്മൾക്ക് സാരം പറയാം. അല്ലയോ ഭഗവതി,
നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ നർത്തനം ചെയ്യുവാൻ താൽപ്പര്യത്തോടു കൂടിയവളും സമയ എന്ന സംജ്ഞയോടു കൂടിയവളുമായ മഹാഭൈരവിയോട് കൂടി ശൃംഗാരാദികളായ നവരസങ്ങളോട് കൂടിയ മഹാതാണ്ഡവത്തെ അഭിനയിക്കുന്നവനും ആരാ? ഭഗവാൻ. കാലവ്യൂഹാദി 9 രൂപത്തോടു കൂടിയവനുമായ മഹാഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു. അതാണ് പറഞ്ഞത് 36 ശ്ലോകം മുതൽ 6 ശ്ലോകം വരെ ഭഗവാനെയാണ് കീർത്തിക്കുന്നത് എന്ന്. ആ മഹാഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു. പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചുള്ള ദയാഹേതുവായിട്ട് അപ്പോഴെന്ത് സംഭവിക്കുന്നത്? ഒന്നിച്ചുകൂടി ചേർന്നവരായി ഈ 2 പേരെ കൊണ്ടും ഈ ലോകം മാതാപിതാക്കന്മാരോട് കൂടിയതായി അറിയപ്പെടുന്നു. ഒന്ന് ജനിക്കണ്ടെങ്കിൽ മാതാവും വേണം, പിതാവും വേണം. അതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്, ബ്രഹ്മാണ്ടത്തിന് ഒരു മാതാവും പിതാവുമുണ്ട്. അതാണ് ഭഗവാനും ഭഗവതിയും എന്ന് ഇവിടെ താല്പര്യം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതി സ്വഭാവാൻ കരോമ്യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. എല്ലാവർക്കും ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.